ഈ വന്നോ? ഇജ്ജ് വന്നിട്ട് എന്താ കുഞ്ഞോളെ കാണാനില്ലല്ലോ? ഓളെ എവിടെയാണാവോ? ഓള് വന്നോളൂ. അനക്കതൊക്കെ പറയാ. ഓളെ മാപ്പിള ഒപ്പം ഇല്ലാന്ന് ഓള് പറഞ്ഞേ എന്നോട്. ഓള് ഒറ്റക്ക അത്ര വരുന്നത്. ഞാനും ബസ്സിനല്ലേ വന്ന്. ഉമ്മാന്റെ പിന്നാലെ ആരും ഇല്ലല്ലോ. അനക്കെന്താ വന്നാല്? ഇജ്ജെന്നും ബസ്സിനല്ലേ വരല്? ഓളെ മാപ്പിളുടെ പിന്നാലെ കാറിലല്ലേ വരല്? ഓൾക്ക് ചീലൊന്നും ഇല്ല ഈ ബസ്സിലൊന്നും തൂങ്ങി പിടിച്ച് വന്നിട്ട്. അനക്ക് പിന്നെ അങ്ങനെയല്ലല്ലോ. ഇജ്ജെന്നും ബസ്സിന് തന്നെയല്ലേ വരല്? ഇജ്ജ് അവിടെ ഇരിക്ക. കുട്ടി എവിടെയാണാവോ? ഈ നേരം വരെ ആയിട്ടോളെ കാണാനില്ല. ഓള് വരും ഇങ്ങനെ ബേജാറാവണ്ട. ഇജ്ജ് വന്നോ? എന്ത് മോളെ എത്ര നേരം വൈകി? എത്ര നേരം ഇമ്മ കാത്തിരിക്കണ്? ഒന്നും പറയണ്ട എന്റെ അമ്മ. ഞാൻ ബസ്സിന് കൊറേ നേരം കാത്തു നിന്ന് മടുത്തിട്ട് ഒരു ബസ് പോലും കിട്ടിയില്ല. എന്നിട്ട് ബസ്സിൽ തന്നെ പോന്നത്? അല്ല ബസ്സിനല്ല വന്ന്. ഞാൻ ബസ്സിന് കാത്തുക്കണ്ടിട്ട് ഇക്ക എന്നോടായിരുന്നു ഇജ്ജൊരു ഓട്ടോറിക്ഷ വിളിച്ച് പോയിക്കോ, നമുക്ക് ബസ്സിന് പോയിട്ട് ശീലമില്ലായിട്ടല്ലേ ആയിരുന്നു. അപ്പൊ ഞാൻ അങ്ങനെ ഓട്ടോറിക്ഷ വിളിച്ചിട്ടൊന്ന് പോന്നു. മോൾ ഇവിടെ ഇരിക്കട്ടാ, ഞാനേ കുടിക്കാൻ വെള്ളം എന്തേലും എടുത്തിട്ട് വരാം. ഇരിക്കടി. ഇരിക്ക. എന്തായാലും കുടിച്ചാളമ്മ കഴിക്കച്ചതാണ്. എനിക്ക് നല്ല ക്ഷീണം ഉണ്ടാവും. അവിടുന്ന് ഇങ്ങോട്ട് ഒറ്റക്ക് പോന്നതല്ലേ. ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് കുറച്ച് വെള്ളെങ്കിലും വാങ്ങിത്തരും. ഇജ്ജ് അതും കുടിച്ചിട്ടുണ്ടാവൂല. ഞാൻ വരുന്ന വയ്ക്കുന്നൊരു ജ്യൂസ് കുടിച്ചുമ്മ. എന്നാലും ഉമ്മ ഉണ്ടാക്കിയ അതാണ് കുടിച്ചാളാ. മിക്കില്ലേ വെള്ളം? ഞാനും വന്നിട്ട് കൊറേ നേരായില്ലേ. ഞാനത് മറന്നിക്കണ്. ഇജ്ജ് കുടിച്ചിട്ടുണ്ടാവും വിചാരിച്ചു. പിന്നെ ഇജ്ജ് കൊറേ നേരമായല്ലേ വന്നിട്ട്. ഇജ്ജ് അടുക്കളയിൽ കയറിയിട്ട് എന്തേലും ഒക്കെ ഉണ്ടാക്കി കുടിച്ചിരുന്നു വിചാരിച്ചേക്കണ്. പിന്നെ ഇവൾക്ക് ഉണ്ടാക്കിയതിന്റെ ബാക്കി ഞാൻ കുടിക്കും ചെയ്തു. ഞാൻ ഇവിടുന്ന് അടുക്കളേക്കൊന്നും പോയിട്ടില്ല. എനക്കന്നെ ഉണ്ടാക്കി കുറച്ച് കുടിച്ചാല് അന്റെ കൂടിയും പേരല്ലേ. എന്താ ഇജ്ജ് വരുന്നേരത്തെ ഒന്നല്ലല്ലോ. ഇജ്ജ് ഇടക്കിടക്ക് വരുന്നേരോ. ഓള് പറഞ്ഞാൽ എപ്പോഴെങ്കിലും ഒക്കെ വരുന്നതാണ്. ഇജ്ജ് പോയിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം എന്തെങ്കിലും കലക്കി കുടിച്ചോ. ഈ ജ്യൂസിനുള്ളത് ഇല്ല കേട്ടോ. കഴിഞ്ഞ ലേസം ഉണ്ടായിരുന്നുള്ളൂ. അതാണ് പോക്കിയ ഉണ്ടാക്കി കൊടുത്തത്. ഇജ്ജ് വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. വെള്ളം എന്തെങ്കിലും എടുത്ത് കുടിച്ചോ പോയിട്ട്. ഞാൻ വന്നിട്ട് എത്ര നേരായി. ഇതുവരെയൊക്കെ ഒരു തുള്ളി വെള്ളം പോലും തന്നില്ല. ഓള് വന്നപ്പോത്തിന് എന്താണ് വെള്ളം തുറക്കണ്, ഒറ്റക്ക് വന്നതിനുള്ള പരിഭവം പറയണ്. അല്ലെങ്കിലും നമുക്കൊന്നും ഇവിടെ സ്ഥാനം ഉണ്ടാവൂല. വരണ്ടി ഉണ്ടായിരുന്നില്ല. പിന്നെ എന്റെ അമ്മയല്ലേന്ന് വിചാരിച്ചിട്ട് കേറി വന്നതാ. ഇപ്പൊ അമ്മക്കൊരു വിലയില്ല. നല്ല കുട്ടികളെവിടെ? ചെറുതിനൊന്നും കണ്ടിട്ട് കൊറേ അയക്കണു. വരുന്നേ ഇഷ്ടല്ല. ഓള് അവളെ അമ്മമാന്റെ ഇപ്പപ്പാന്റെ അടുത്ത് നിന്നോളാറുന്നു. നിങ്ങള് പോയിട്ട് വരികയായിരുന്നു. ഞാൻ കൊറേ വിളിച്ചാ പെണ്ണിനെ. പെണ്ണ് വരണ്ടേ? നിങ്ങൾ ഉമ്മമാന്റെ അടുത്ത് ഉപ്പപ്പാന്റെ അടുത്ത് നിന്നോ. എന്റെ മകൾക്ക് പിന്നെ അവിടുത്തെ ഉമ്മാനി ഇപ്പാനിയല്ലേ പറ്റുള്ളൂ. ഞാനൊക്കെ പിന്നെ അവളെ പുടിച്ച് തിന്നുമല്ലോ. ഇങ്ങോട്ടൊന്നും കേറൊന്നും ചെയ്യണ്ട. ഓള് പിന്നെ അവിടെ തന്നെ അല്ലേ 24 മണിക്കൂറും. ഇല്ലാന്ന് പറഞ്ഞേ പരമ്പടയാണെങ്കിൽ ഒരു വൃത്തിയും വെടുപ്പും ഇല്ലാണ്ട് ഞാൻ വരുന്നില്ല എന്നോട്. അപ്പൊ പിന്നെ ഞാൻ അങ്ങോട്ട് പോന്നു. എന്തൊരു ചൂടാണല്ലേ. മങ്ങൾക്ക് ചൂട് എടുക്കണ്ടാ? എന്ത് ചൂട്? ഇക്ക ചൂട് എടുക്കണൊന്നുമില്ല. ആ ജനലൊക്കെ എന്നാണ് തുറന്നിട്ടാളാ. അപ്പൊ AC ഒന്നും ഇടണ്ട. അല്ലെങ്കിലോ കറണ്ട് ബില്ല് കൂടുതലാണ്. ആ ജനലാണ് തുറന്നിട്ടാളാ. അല്ലെങ്കിലൊക്കെ AC തണുപ്പൊന്നും ചെയ്യില്ലല്ലോ. അവിടെ AC ഒന്നും ഇല്ലല്ലോ. ജനല് തുറന്നിടല്ലേ. എന്തൊരു ചൂടാണ് ഉമ്മ ഇവിടെ. ചൂടുണ്ടേ. AC ഇട്ടോ. അതിനിപ്പോ എന്താ? AC ഇട്ടിട്ടിരുന്നോ. ഇവിടെ ഒന്നും ഇടലില്ല. ഇവിടെ ആർക്കാ ചൂട്? ഞാൻ ഒറ്റക്ക് ഉണ്ട് ഇവിടെ. അനക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ AC കണ്ട് ഇട്ടാളാ. AC ഇടാം. നിങ്ങളാണ്ട് ഇട്ടാളി.
മാ നിങ്ങൾക്ക് തിരുമ്പാൻ എന്തേലും ഉണ്ടെങ്കിൽ തേരി, ഞാൻ തിരുമ്പിടാ. തിരുമ്പാനോ? ഇതിപ്പോ അത് തിരുമ്പൊന്നും വേണ്ട, അത് ആ കല്ലുമട്ട് തിരുമ്പണം. ഇന്നാണെങ്കിൽ ആ തിരുമ്പാ വരുന്നോളൂ, ഇന്ന് ലീവാണേനു. ഓളെ എന്താ കുട്ടീനായിട്ട് ആസ്പത്രിക്ക് എന്തോ പോവാ അത്ര. അപ്പൊ അത് കാരണം ഓള് വന്നിട്ടുമില്ല. ഇജാടെ വെച്ചാളത്. അത് ഇനി കല്ലുമ്മ തിരുമ്പ, ആർക്ക് ചീലല്ലല്ലോ കല്ലുമ്മ തിരുമ്പിട്ടൊന്നും. ഇജ്ജ് വാഷിംഗ് മെഷീനിലൊക്കെ അല്ലേ തിരുമ്പല്. ഇജാടെ വെച്ചാളാ, ഞാനേ ബുഷറാനെ കൊണ്ട് തിരുമ്പിച്ചോളാം. ഓള് തിരുമ്പിക്കോളൂ, ഓക്കാവുമ്പോ ഇങ്ങനെ തിരുമ്പിട്ട് നല്ല ചീലല്ല. ബുഷറാ ഏടി. എന്തമ്മ? ഇജ ഓളെ ആ തിരുമ്പാള് വാങ്ങിട്ട് ആ കല്ലുമ്മ ഒന്ന് കൊണ്ടുപോയി തിരുമ്പിക്ക. ഓൾക്കാവൊന്നും ചെയ്യലില്ലാത്താണ് തിരുമ്പിട്ടൊന്നും. ഇജ അത് വാങ്ങിക്ക് തിരുമ്പിക്കോ. ഇജ് പിന്നെ എന്നും കല്ലുമ്മ തന്നെ അല്ല അവിടെ തിരുമ്പല്. അപ്പൊ ഇജ ഒന്നാണ് കൊണ്ടുപോയി തിരുമ്പിക്കാട്ടാ. ഇജ അവിടെ ഇരുന്നിട്ടോ, ഇജ ഒന്നും ചെയ്യൊന്നും വേണ്ട. അനക്ക് ആർക്ക് എടുക്കണം എന്നുണ്ടെങ്കിൽ ആ റൂം പോയി കിടന്നോ ട്ടാ. ഇജ പോയാ തിരുമ്പിട്ടാളാ. ഞാൻ തിരുമ്പിടാം. ഉമ്മ. എന്തേ? ഇത് ഞാനേ ഒരു മാക്സി എടുത്തതേന്ന് വരുമ്പോ. ഇക്കറിഞ്ഞ് ഉമ്മാക്കൊരു മാക്സി എടുത്തിട്ട് പോയിക്കോന്നു. ഇതാ മാക്സിയോ? ഇക്കിപ്പൊ എന്തിനാ ഇജ്ജ് മാക്സി ഒക്കെ എടുത്തക്കണേ? എനിക്കിപ്പോ ഒരുപാട് മാക്സികളുണ്ട്. ഇക്കാതൊന്നും വേണമെന്നൊന്നുമില്ല. പിന്നെ പോരാത്തേന് ഈ കളറ് തീരെ ഇഷ്ടല്ല. ഉമ്മ ഈ കളറുള്ള മാക്സികളൊക്കെ ഇടുന്ന ഞാൻ കണ്ടിക്കണല്ലോ. പിന്നെ കഴിഞ്ഞ പ്രാവശ്യം ഓള് ഈ കളറുള്ള മാക്സി എല്ലാം നിങ്ങൾക്ക് എടുത്തത്. അപ്പൊ ഇടുന്ന കണ്ടപ്പോ ഞാൻ വാങ്ങിയത് അതേ കളർ തന്നെ. എനിക്ക് ഇഷ്ടാവെന്ന് വിചാരിച്ചു. ഞാൻ എന്റെ അടുത്ത് ആദ്യമൊക്കെ തോന്നെ മാക്സി ഉണ്ടായിരുന്നു ഇങ്ങനത്തത്. അപ്പൊ ഇപ്പൊ എനിക്ക് പറ്റണില്ല. കാരണം കൊറേ മാക്സികൾ ഉണ്ടാവുമ്പോ ഒരേ നിറത്തിലുള്ള തന്നെ ആവുമ്പോ നമുക്ക് പറ്റൂലല്ലോ. പിന്നെ കണ്ട ഒരു 100-150 ഉണ്ടാവൂലേ? അത്രല്ലേ വരുള്ളൂ. 150 ഒന്നല്ല, 350 ആയിക്കണ മാക്സിക്ക്. 350? ഇതിനോ? അന്നെന്ന് ആരേലൊക്കെ പറ്റിച്ചിട്ടുണ്ടാവും. ഇതിന് 150. കണ്ടാ 150. കുടുംബശ്രീക്കും ഒക്കെ പോകുമ്പോ എടുക്കാന്നല്ലാതെ, വല്ല പീടിയൊക്കെ എന്തേലൊക്കെ സാധനം വാങ്ങാനൊക്കെ പോകുമ്പോ ഇടാന്നല്ലാതെ വലിയ ഒരു ഇതൊന്നും ഇല്ല. ഞാനിമ്മാക്ക് മാക്സി ഒന്നും വാങ്ങിയിട്ടില്ല. ഇക്ക പറഞ്ഞു കുറച്ച് പൈസ കൊടുത്താളമ്മാക്ക്, ഇപ്പൊ മാക്സി ഒന്നുമില്ലല്ലോ വേണ്ടത്, പൈസ അല്ലേ. അമ്മാക്ക് ഇപ്പൊ പൈസക്ക് തന്നെയാണ് അത്യാവശ്യേ. 10-500 കിട്ടിയിട്ടുണ്ടെങ്കിൽ കടങ്ങളൊക്കെ വീട്ടാലോ. അപ്പൊ ഈ ഡ്രസ്സൊന്നും കിട്ടിയിട്ട് ഒരു കാര്യമില്ല. പൈസ കിട്ടുകയാണെങ്കിൽ അതിനെ നല്ലേ. എന്റെ മരുമോനിക്ക് എന്നെ കണ്ടറിയാനുള്ള ഒരു മനസ്സുണ്ട്. ഇജ്ജ് ഇവിടെ ഇരിക്കുക. ഞാൻ എന്നോട് ഒരു കാര്യം പറയാൻ വേണ്ടിട്ട് വന്നതേ. ഞാൻ ഇവിടെ അപ്പ ഇരുന്നതാ. എന്തമ്മാ? ഞാൻ ഒരു കാര്യം തീരുമാനിച്ചിട്ടുണ്ട്. അതിനിപ്പോ എന്നോട് സമ്മതം ചോദിക്കട്ടെ വെച്ചിട്ട് നിക്കാണ്. നമ്മളെ അപ്പുറത്തുള്ള പറമ്പില്ല, 10 സെന്റ് സ്ഥലം, അതാണ്ട് വിറ്റാലോന്ന് വിചാരിക്ക. എന്നാ കുറച്ച് കടങ്ങളും ഉണ്ട്, അത് തീർക്കും ചെയ്യാലോ വെച്ചിട്ടാണ്. എന്നാ ആ സ്ഥലം മാത്രം വിൽക്കണേക്കായി നല്ലത് ഈ പെരയും കൂടി ആണ് വിറ്റൂടെന്നാ നിങ്ങക്ക്. എന്നാ പിന്നെ വിറ്റുകാണ്ട് നിങ്ങക്ക് എന്റെ അടുത്തേക്ക് പോരും ചെയ്യാ. ഈ പെര എന്റെ പേരിൽ എഴുതി തന്നാ മതിയല്ലോ. എന്നാ പിന്നെ അങ്ങനെ നോക്കലേ. ഞാൻ ആദ്യം ആലോചിച്ചീന്. ഇനിയിപ്പൊ നിങ്ങക്ക് ഇഷ്ടണ്ടോ ഇല്ലേന്ന് അറിയില്ലല്ലോ, നമ്മളപ്പാന്റെ മുതലല്ലേ. എന്നാ ഇതും കൂടി വിറ്റാല് ഈ പെരന്റെ പൈസ അനക്ക് തരും ചെയ്യാ. എനിക്ക് എന്റെ അടുത്ത് വന്ന് നിക്കും ചെയ്യാലോ. മറ്റുള്ള അടുത്ത് ഞാൻ നിക്കൂലടി. ഓനെ ഒരു സാധനാണ്, ഒന്നും മുണ്ടൂല്ല ഒന്നുമില്ല. എനിക്ക് ഓനെ തീരെ ഇഷ്ടല്ല. പിന്നെ അവിടെ പോയാൽ ഞാൻ പട്ടിണി ഇരുന്ന് ചാവേണ്ടി വരും. പിന്നെ അത് മാത്രല്ല, അവിടെ പണിയോട് എടുത്തിട്ട് ഞാൻ മരിക്കും ചേച്ചു. അവിടെ ആണെങ്കിൽ ഒരു വേലക്കാരോ ഒന്നുമില്ലല്ലോ. എന്റെ അടുത്താവുമ്പോ പിന്നെ പണിയോളൊന്നും ചെയ്യൊന്നും വേണ്ടല്ലോ. എന്റെ അടുത്ത് നിന്നാ മതിയല്ലോ. എന്നോട് ഇഷ്ടം പോലെ പണിക്കാരും കാര്യങ്ങളും. പിന്നെ ഓന്റെ കയ്യിലാണെങ്കിൽ നല്ല പൈസ ഉണ്ടല്ലോ. ഇതാണെങ്കി ഓൻക്കാണ്ട് കൊടുത്താല് ഈ പെരന്റെ പൈസ ഫുള്ള് എന്റെ മാപ്പിളക്കാണ്ട് കൊടുക്കും ചെയ്യാ. എന്താ അത് ചെയ്തൂടെ? എനിക്കൊക്കെ എന്ത് കുഴപ്പമുള്ളത്? എനിക്കൊരു കുഴപ്പമില്ല ഈ പെര വെക്കണേനൊന്നും. ഇപ്പാന്റെ ഏണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഇപ്പാന്റെ ഇപ്പൊ ജീവിച്ചിരിക്കണില്ലല്ലോ. അപ്പൊ മക്കൾക്ക് തന്നെയല്ലേ അവകാശം. ഇവിടെ ഇങ്ങനത്തെ തീരുമാനങ്ങളൊക്കെ എടുക്കുന്നുണ്ട് അല്ലേ? എന്റെ ഒരു അഭിപ്രായം പോലും നിങ്ങൾക്ക് ചോദിക്കണ്ടല്ലേ.
ഞാൻ ഈ പെര വിൽക്കണതിന് അനക്കെന്താ പ്രശ്നം? അന്റെ ഒന്നും എടുത്ത് കൊടുന്ന് വിറ്റിട്ടൊന്നും ഇല്ലല്ലോ. നക്ക് പിന്നെ ഗതി ഇല്ല അതിന് എന്നിട്ട് നിന്ന് ഇങ്ങനെ വർത്താനം പറയുള്ളൂ. എപ്പോഴെങ്കിലും ഇന്നെ കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ? എന്റെ ജീവിതം എങ്ങനെയാന്നുള്ളത് ആലോചിച്ചിട്ടുണ്ടോ? ഞങ്ങൾ രണ്ടാളെ കല്യാണം നിങ്ങളാണ് നടത്തി തന്നിങ്ങള്. പക്ഷെ ഒരാൾക്ക് നല്ലൊരു ജീവിതം, എനിക്ക് എപ്പോഴും ദാരിദ്ര്യായിട്ടുള്ള ജീവിതം. പക്ഷെ ഇക്ക അതിന് പരാതിയൊന്നും ഇല്ലട്ടോ. കാരണം എന്താന്നറിയോ, ഇക്ക എന്നെ നല്ല നോക്കുന്നുണ്ട്. ഇക്കാനെ കൊണ്ട് പറ്റണൊക്കെ ഇക്ക് ചെയ്തു തരുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് അതിൽ പരാതിയൊന്നുമില്ല. ഇത്രയും കട ഉണ്ടായിട്ട് ഞാന് ഇതുവരെ ഞാൻ നിങ്ങളോട് ഒരു ഉറുപ്പ്യ വന്ന് ഞാൻ ചോദിച്ചിട്ടില്ല. ഈ പെരയുടെ കാര്യം പറഞ്ഞിട്ട് ഞാൻ വന്നിട്ടും ഇല്ല ഇതുവരെ. പിന്നെ എന്തിനാ ഇമ്മ ഈ പെര വിൽക്കണത്? നമ്മളെ ഇപ്പാന്റെ മുതലല്ലേ. പിന്നെ ഓൾക്ക് മാത്രം നിങ്ങളെന്താ ഒക്കെ ചെയ്തു കൊടുക്കണത്? എന്റെ മകൾക്ക് കൂടി കൊടുക്കാനുള്ള ഓൾക്ക് പൈസ ഉണ്ട് എന്ന് വിചാരിച്ചിട്ട് അന്റെ മാപ്പിളക്ക് എന്തെങ്കിലും പണിക്ക് പോയിട്ട് 4 പൈസ ഉണ്ടാക്കി കൂടെ? ഇക്കന്നെ ഇഷ്ടല്ല. അത് എന്തുകൊണ്ടാണ്? അന്റെ അടുത്ത് 10 പൈസ തരാനും ഇല്ല, ഒന്ന് സഹായിക്കാനില്ല, ഒന്ന് വെയ്യാതെ കിടന്നിട്ടുണ്ടെങ്കിൽ ഒരു ഉറുപ്പ്യ എന്നെ കൊണ്ട് ചെലവാക്കാൻ പറ്റുമോ? ഇന്റെ കുട്ടിയാണ്, എനിക്ക് എല്ലാവരും ചെലവാക്കി. ഇപ്പൊ നിങ്ങക്ക് ആർക്കും എന്നെ പറ്റൂല. ഞാൻ ചെയ്യുന്നതൊന്നും നിങ്ങക്ക് ആർക്കും അറിയണ്ടല്ലോ. ഞാൻ ചെറിയ ചെറിയ സഹായമാണെങ്കിൽ പോലും ഇന്റെ അടുത്തുള്ളത് ഞാൻ തന്നിട്ട് നിങ്ങളെ ഞാൻ സഹായിക്കുന്നില്ലേ? എന്നിട്ട് നിങ്ങക്ക് ഇന്നൊരു മകളായിട്ട് നിങ്ങൾ അംഗീകരിക്കണില്ല. നല്ല പൈസക്കാരത്തി മകൾക്ക് തന്നെ ഈ പെര കൊടുക്കണം. ഞാൻ ഇത്രയും കട ഉണ്ടായിട്ട് ഞാൻ ഇതുവരെ ഞങ്ങളോട് ചോദിച്ചിട്ടില്ലല്ലോ. നിങ്ങക്ക് ഇന്നൊന്ന് സഹായിച്ചൂടെ? പിന്നെ നിങ്ങള് പറഞ്ഞല്ലോ എന്റെ കുട്ടി ഇങ്ങോട്ട് വരാത്തത് ഓല ഇഷ്ടം കൊണ്ടാണ് ഉള്ളത്. ഓല ഇഷ്ടപ്പെടാൻ എന്താ കാരണം എന്നറിയ നിങ്ങക്ക്? ഓല അത്രയും ഓലെ സ്നേഹിക്കുന്നുണ്ട്. പക്ഷെ നിങ്ങൾക്ക് ഇവളെ കുട്ടികളെ മാത്രല്ലേ പറ്റുള്ളൂ. എന്റെ കുട്ടീനെ നിങ്ങൾക്ക് പറ്റൂലല്ലോ. നിങ്ങൾ പാവപ്പെട്ട മകളും പണക്കാരി മകളും എന്നുള്ള ആ ഒരു രീതിയിലാണ് ഞങ്ങൾ രണ്ടാളെയും കാണുന്നത്. രണ്ടാളെ ഒരേപോലെ കാണുകയാണെന്നുണ്ടെങ്കിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. എന്റെ കുട്ടിക്ക് ഇങ്ങോട്ട് വരുന്നേ ഇഷ്ടമല്ലാത്ത നിങ്ങള് അതിനും കൂടി രണ്ടിട്ട് കാട്ടിയിട്ടാണ്. അതിന് മനസ്സിലായിട്ടാണ് വരാത്തത്. എന്തായാലും ഞാൻ ഇവിടെ നിക്കണില്ല. നിങ്ങൾ വീട് വിൽക്കേ ഒരു ഭാഗം കൊടുക്കേ എന്താ ചൈക്കോളി. എന്റെ ഒപ്പം എന്തായാലും കിട്ടൂല. ഇത് ഇപ്പാന്റെ അല്ലേ, അതിമ ഇക്കും ഉണ്ട് അവകാശം. ഈ പെര വിൽക്കാനേ ഞാനും സമ്മതിക്കൂല. ഞാൻ പോവാണ്.